ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് നമ്മൾ നോക്കുന്നത് 4th സ്റ്റാൻഡേർഡിലെ മലയാളം 2023-24 അധ്യയന വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് പ്രവർത്തനം ഒന്ന് നോക്കാം. വായിക്കാം, എഴുതാം. എന്താണ് കൂട്ടുകാരെ, ഇവിടെ ഒരു മനോഹരമായ ചിത്രം നൽകിയിട്ടുണ്ടല്ലേ. ചിത്രത്തിൽ നമുക്ക് എന്തൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്? ഒരു വീട് മുറ്റത്തായിട്ട് ആരുണ്ട്? വീടിൻ്റെ മുറ്റത്തായിട്ട് ഒരു പെൺകുട്ടിയും ഒരു കോഴിയെയും കാണാനുണ്ടല്ലേ. ഓക്കെ, നമുക്ക് കഥാഭാഗം വായിച്ചു നോക്കാം. സുന്ദരി, നല്ല അരിമണിയാ, കഴിച്ചോളൂ, മതിയായില്ലേ, ഇപ്പം കൊണ്ടുവരാം. അനു അടുക്കളയിലേക്ക് ഓടി. നമ്മുടെ പെൺകുട്ടിയുടെ പേര് നമുക്ക് മനസ്സിലായി. എന്താണ്? അനുവാണല്ലേ. അനു എന്ത് ചെയ്യുകയാണ്? കോഴിക്ക് അരി ഇട്ട് കൊടുക്കുകയാണല്ലേ. അപ്പം പറയാണ്, സുന്ദരി, നല്ല അരിമണിയാ, കഴിച്ചോളൂ, മതിയായില്ലേ, ഇപ്പം കൊണ്ടുവരാം. അനു അടുക്കളയിലേക്ക് ഓടി. മുറ്റത്തെന്താ ബഹളം? അയ്യോ പരുന്ത്, എൻ്റെ സുന്ദരി. അവൾ വടിയെടുത്ത് ഒരേറ് റാഞ്ചിയെടുത്ത കോഴിക്കുഞ്ഞിനെ പരുന്ത് താഴേക്കിട്ടു. അനു ഓടിച്ചെന്ന് ഇരുഹസ്തങ്ങളും ചേർത്ത് അതിനെ വാരിയെടുത്തു. ഇരുഹസ്തങ്ങളും എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് കൈകളല്ലേ. അപ്പോൾ രണ്ട് കൈകളും ചേർത്തിട്ട് അനു അതിനെ വാരിയെടുക്കുകയാണ്. കിടുകിടാ വിറയ്ക്കുന്ന കോഴിക്കുഞ്ഞിനെ മാറോടണച്ചവൾ സ്നേഹപൂർവ്വം തലോടി. ചുവപ്പും കറുപ്പും കലർന്ന നനുനനുത്ത തുവലുകളും സ്വർണ്ണ നിറമുള്ള കുഞ്ഞിക്കൊക്കും കുണുങ്ങി നടത്തവുമുള്ള കുഞ്ഞിക്കോഴിയെ അനുവിന് ഏറെ ഇഷ്ടമാണ്. സുന്ദരിക്കോഴി വലുതായി ഒട്ടേറെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി വളർത്തി വലുതാക്കി. ഇന്ന് വിരുന്നുകാരുണ്ടല്ലോ, നമുക്ക് തള്ളക്കോഴിയെ കറി വയ്ക്കാം, അമ്മ അച്ഛനോട് പറയുന്നത് കേട്ട് അനുവിന് സങ്കടമായി. അവൾ ഓടിച്ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വേണ്ട അച്ഛാ, നമ്മുടെ സുന്ദരിയെ. മോളെ, സുന്ദരിക്ക് പ്രായമായില്ലേ, ഇനി എന്തിനാണ് അതിനെ വളർത്തുന്നത്? പ്രായമായവരൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയുമോ? അനു ചോദിച്ചു. അയാൾ ഒരു നിമിഷം ആലോചിച്ചു നിന്നു. കഥ വായിച്ചല്ലോ. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉചിതമായ ഉത്തരം എഴുതാനാണല്ലേ കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്. കഥ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടല്ലോ, ഇഷ്ടമായില്ലേ? ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കഥാഭാഗം ഒരു വട്ടം കൂടി വേണമെങ്കിൽ വായിച്ചു നോക്കാം. അതിനുശേഷം ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം എന്താണ്? അനു അടുക്കളയിലേക്ക് പോയതെന്തിന്? അമ്മയെ കാണാൻ, അരിയെടുക്കാൻ, വടിയെടുക്കാൻ, മുറ്റത്തെ ബഹളം കേട്ട്. എന്തിനായിരുന്നു കൂട്ടുകാരെ അനു അടുക്കളയിലേക്ക് ഓടിപ്പോയത്? അതെ, അരിയെടുക്കാനാണല്ലേ. ആൻസർ എന്താണ്? അരിയെടുക്കാൻ. കഥയിൽ കൈ എന്ന പദത്തിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന പദമേതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? അതെ, ഹസ്തമാണല്ലേ. കേതൻ അനുവിന് സുന്ദരിക്കോഴിയെ ഏറെ ഇഷ്ടമാവാൻ കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് കൂട്ടുകാരെ? കഥാഭാഗത്ത് പറയുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ്. ചുവപ്പും കറുപ്പും കലർന്ന നനുനനുത്ത തൂവലുകളും സ്വർണ്ണ നിറമുള്ള കുഞ്ഞിക്കൊക്കും കുണുങ്ങി നടത്തവുമുള്ളത് കൊണ്ടാണ് നമ്മുടെ സുന്ദരിക്കോഴി അനുവിന് ഏറെ ഇഷ്ടമാവാൻ കാരണം. ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കഥയിൽ പദങ്ങളുടെ ആവർത്തനം കൊണ്ട് അർത്ഥത്തെ ശക്തിപ്പെടുത്തുന്ന പ്രയോഗം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് പ്രയോഗം? അതേതൊക്കെയാണ്? യെസ്, കിടുകിട, നനുനനുത്ത. ഏതൊക്കെയാണ്? കിടുകിട, നനുനനുത്ത. ഓക്കെ, പ്രായമായ സുന്ദരിക്കോഴിയെ ഒഴിവാക്കാൻ അനുവിന് തീരെ കഴിയുന്നില്ല. എന്തായിരിക്കും അതിനുള്ള കാരണം? എന്തായിരിക്കാം അതിനുള്ള കാരണം? ചിലപ്പോൾ എന്തായിരിക്കാം? എന്താണ്? പ്രായമുള്ളവരെ ഒഴിവാക്കരുത് എന്ന മൂല്യമുള്ളതിനാൽ. അതുപോലെ തന്നെ എന്താണ്? കൂടെ കഴിഞ്ഞവരെ സംരക്ഷിക്കണം എന്ന ചിന്ത. അതുപോലെ തന്നെ സഹജീവി സ്നേഹം. അതുപോലെ എന്താണ്? നന്ദിയും കടപ്പാടും. ഇതിലേതെങ്കിലും ഒരു പോയിന്റിൽ കൂട്ടുകാർ എഴുതുകയാണെങ്കിൽ കൂട്ടുകാർക്ക് മാർക്ക് ലഭിക്കും. എന്താണ്? ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നോക്കാം. പോസ്റ്റർ തയ്യാറാക്കാം. മഴക്കാലമായി, പനിക്കാലവും വിവിധ തരം പനികളും മറ്റു പകർച്ചവ്യാധികളും ധാരാളമുള്ള കാലം. കൊതുകും ഈച്ചയും എലിയുമെല്ലാം അസുഖം പടർത്തുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നു. രോഗം പരത്തുന്ന ജീവികൾ പെറ്റുപെരുകാൻ ഒട്ടേറെ സാധ്യതകളുണ്ട്. നമ്മുടെ അശ്രദ്ധയ്ക്ക് ഇതിൽ വലിയൊരു പങ്കുണ്ട്. പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാൻ പറ്റുന്ന പോസ്റ്റർ തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? യെസ്, ആകർഷകമായൊരു ബോർഡറൊക്കെ വരച്ച്, ചിത്രം വരയ്ക്കാൻ അറിയുന്ന കൂട്ടുകാരാണെങ്കിൽ ചിത്രമൊക്കെ വരച്ച് മനോഹരമാക്കി വേണം പോസ്റ്റർ തയ്യാറാക്കാൻ. ഓക്കെ, നമ്മളൊരു മാതൃക കൊടുക്കുന്നുണ്ട്. കൂട്ടുകാർ എന്ത് ചെയ്യുക? ഇതിൽ ചിത്രമൊക്കെ വരച്ച് മനോഹരമാക്കുക. ഓക്കെ, കൊതുക് പരത്തും രോഗങ്ങൾ: മലേറിയ, ഡെങ്കിപ്പനി, ചിക്കുൻകുനിയ. കൊതുകിനെ അകറ്റൂ ആരോഗ്യകരമായ ജീവിതത്തിന്. ഇതുപോലെ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? എഴുതി ഭംഗിയായി ചിത്രമൊക്കെ വരച്ച് പോസ്റ്റർ തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് പ്രവർത്തനം 3 നോക്കാം. സംഭാഷണം എഴുതാം. നനയാതെയാകെ നനഞ്ഞു ഭൂമി അനിയനല്ലാത്തൊരനിയനെയും നനയാതെ നോതി തൻ കുടയിൽ നിർത്തും കനിവായി വരുന്നൊരു കൊച്ചുപെങ്ങൾ. കുടയില്ലാത്തവർ എന്ന കവിതയിലെ ചേച്ചിയെയും അനിയനെയും നിങ്ങൾക്ക് ഓർമ്മയില്ലേ? വർഷങ്ങൾക്ക് ശേഷം തൻ്റെ പ്രിയപ്പെട്ട ചേച്ചിയെ കാണാൻ അനിയൻ നാട്ടിലെത്തുന്നു.
പരസ്പരം കാണുമ്പോൾ അവർ എന്തൊക്കെയായിരിക്കും പറഞ്ഞിരിക്കുക? കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ അവർ പങ്കുവച്ചിട്ടുണ്ടാവില്ലേ? സംഭാഷണ രൂപത്തിൽ എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചേച്ചി എന്താണ് പറയുന്നത്? വരൂ, ഇരിക്കൂ, എത്ര കാലമായി കണ്ടിട്ട്. ഞാൻ അനിയൻ എന്തൊക്കെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഓക്കെ, നമുക്ക് എഴുതാം. അനിയൻ പറയുകയാണ്, ശരിയാണ് ചേച്ചി, ഒത്തിരി കാലമായി. ഞാൻ ചേച്ചി പറയുകയാണ്, കുട്ടിക്കാലമൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടെന്നോ? അപ്പം അനിയൻ പറയുകയാണ്, ഓർമ്മയുണ്ടെന്നോ? കുടയില്ലാതെ നനഞ്ഞു ഓടി വന്ന എന്നെ ചേച്ചി കുടയിൽ നിർത്തിയതൊക്കെ ഞാൻ ഒരിക്കലും മറക്കില്ല. അപ്പം ചേച്ചി പറയണേ, നീ ഇതൊക്കെ ഇപ്പോഴും ഓർത്തിരിക്കുന്നോ? ചേച്ചി, ഒരു പാവപ്പെട്ടവരായി എന്നെ കുടയിൽ നിർത്താൻ കാണിച്ച ആ നല്ല മനസ്സ് ഞാൻ എങ്ങനെ മറക്കും? അപ്പം അനിയൻ പറയാണ്, ഒരു പാവപ്പെട്ടവനായി എന്നെ കുടയിൽ നിർത്താൻ കാണിച്ച നല്ല മനസ്സ് ഞാൻ എങ്ങനെ മറക്കും? ചേച്ചി പറയണോ, അത് വലിയൊരു കാര്യമല്ല. സഹജീവികളെ സഹായിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയല്ലേ? ഇത്രയും വർഷങ്ങൾക്കു ശേഷം ചേച്ചിയെ വീണ്ടും കാണാൻ കഴിഞ്ഞില്ല. സന്തോഷം. അനിയൻ പറയാണ്, ഇത്രയും വർഷങ്ങൾക്കും ശേഷം ചേച്ചിയെ വീണ്ടും കാണാൻ കഴിഞ്ഞല്ലോ, സന്തോഷം. അപ്പം കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ എന്താണ്, കൂട്ടുകാരുടെ ഇമാജിനേഷൻ അനുസരിച്ച് കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് പ്രവർത്തനം 4 നോക്കാം. എന്താണ്? വാർത്ത തയ്യാറാക്കാനാണല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. ഞാവൽക്കാട്ടിലെ തീയണയ്ക്കാനെത്തിയ മഴ നിന്നില്ല. അതിശക്തമായി പെയ്തുകൊണ്ടേയിരുന്നു. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലായി. മൃഗങ്ങളെല്ലാം ഉയരമുള്ള കുന്നിൻ പുറങ്ങളിൽ അഭയം തേടി. നാടും നഗരവും വെള്ളത്തിൽ മുങ്ങി. തീയിട്ട മനുഷ്യരും പ്രാണരക്ഷാർത്ഥം കാട്ടിലെ ഉയരമുള്ള കുന്നിൻ മുകളിലെത്തി. കുന്നിൻ്റെ നെറുകയിലുള്ള മൃഗങ്ങളെല്ലാം മറന്ന് മനുഷ്യരെ സ്വാഗതം ചെയ്തു. ഈ സംഭവം വാർത്തയായി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ വാർത്തയൊക്കെ നമ്മൾ ക്ലാസ്സിൽ തയ്യാറാക്കിയിട്ടുണ്ടല്ലേ. അപ്പോൾ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? വാർത്ത എഴുതുമ്പോൾ ഫസ്റ്റ് എന്താണ് കൊടുക്കേണ്ടത്? ഒരു തലക്കെട്ട് നൽകണമല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? പ്രളയം, ഞാവൽക്കാട് വാസികൾ ദുരിതത്തിൽ. ഇതിന് സ്ഥലമാണല്ലേ എഴുതേണ്ട. സ്ഥലം എവിടെയാണ്? ഞാവൽക്കാട്. ഇതിന് എഴുതാം, ഞാവൽക്കാട്ടിൽ പടർന്നു പിടിച്ച് തീ അണയ്ക്കാനായി പെയ്ത മഴ ഇപ്പോഴും തോരാതെ പെയ്യുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിൽ മുങ്ങി. മൃഗങ്ങളെല്ലാം പ്രാണരക്ഷാർത്ഥം കുന്നിൻ മുകളിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. കാടിന് തീയിട്ട മനുഷ്യരും രക്ഷ തേടി അവിടെയെത്തി. ഗരുഡമാവിൻ്റെ നിർദ്ദേശപ്രകാരം മൃഗങ്ങൾ രക്ഷപ്പെടുത്തിയതായി ഞങ്ങളുടെ റിപ്പോർട്ടർ അറിയിച്ചു. ഇഴജന്തുക്കളുടെ ശവശരീരങ്ങൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഭീകരമായ കാഴ്ചയാണ് എവിടെയും. കുന്നിൻ മുകളിലെ മൃഗങ്ങളെയും മനുഷ്യരെയും ഉടനെ രക്ഷപ്പെടുത്തുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ഭക്ഷണപ്പൊതികളുമായി ഒരു സംഘം പുറപ്പെട്ടതായി ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. അപ്പോൾ കൂട്ടുകാർക്കും എന്ത് ചെയ്യാം? ഇതുപോലൊരു പത്രവാർത്ത തയ്യാറാക്കാവുന്നതാണ്. ഇതിനടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 5, അനുഭവക്കുറിപ്പ്. വെണ്ണക്കണ്ണനിൽ അമ്മ കണ്ണനോട് കാണിച്ച സ്നേഹവായ്പകൾ അച്ചുവിന് ഏറെ ഇഷ്ടമായി. തൻ്റെ അമ്മയും ഇതുപോലെ തന്നെയല്ലേ? താനും എത്രയൊക്കെ കുസൃതികൾ അമ്മയോട് കാണിച്ചിരിക്കുന്നു. നിങ്ങൾക്കും അമ്മയുമായോ പ്രിയപ്പെട്ടവരുമായോ ബന്ധപ്പെട്ട ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അതിലൊന്ന് അനുഭവക്കുറിപ്പായി എഴുതാനാണ് പറഞ്ഞുള്ളത്. ഈ പ്രവർത്തനം കൂട്ടുകാർ തനിയെ ചെയ്യേണ്ടതാണ്. കൂട്ടുകാർ എന്ത് ചെയ്യുക? കൂട്ടുകാരുടേതായ ഒരു അനുഭവമാണ് ഇവിടെ എഴുതേണ്ടത്. നമുക്കൊരു മാതൃക നോക്കാം. 2 മിഠായികൾ. ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ നടന്നൊരു സംഭവം പറയാം. അച്ഛൻ കടയിൽ പോയി വരുമ്പോൾ എനിക്ക് മിഠായി വാങ്ങിക്കൊണ്ടുവരുമായിരുന്നു. ഒരു ദിവസം മിഠായി തന്നപ്പോൾ ഞാൻ മറ്റേ കൈയിൽ നീട്ടി. അന്ന് അച്ഛൻ വേറെ മിഠായി വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. മിഠായി കിട്ടാതെയായപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തന്നു. കരയാൻ തുടങ്ങി. പിന്നീട് അച്ഛൻ കടയിൽ നിന്ന് വരുമ്പോഴൊക്കെ എൻ്റെ ഓരോ കയ്യിലും ഓരോ മിഠായി തരുമായിരുന്നു. ആ സംഭവത്തിന് ശേഷം പിന്നീടൊരിക്കലും 2 മിഠായി വാങ്ങാൻ അച്ഛൻ മറന്നിട്ടില്ല. അപ്പം കൂട്ടുകാർക്കും എന്ത് ചെയ്യാം? ഇത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. ഇത്തരം അനുഭവം നിങ്ങളുടെ അനുഭവക്കുറിപ്പായിട്ട് എഴുതാവുന്നതാണ്. ഓക്കെ, അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.